പുറത്തെങ്ങാണ്ട് പോയപ്പോ വേറെ ഏതോ പെണ്ണിനെ കണ്ടു എന്നിട്ട് തിരിച്ചു വന്ന് അപ്പൊ തന്നെ തുകൽപാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഭാര്യനെ എന്തോ ചെയ്തു. അതേപോലെ മരുമോന്റെ മോളെ കെട്ടി. ആഹ് അങ്ങനെ എന്തോ ഒരു എണ്ണിയാൽ തീരാത്ത അല്ലല്ല, കാര്യങ്ങൾ എഴുതി സ്വന്തം വെച്ച് അമ്മായിയുടെ ഈ മോളായ മരുമകന്റെ അതായത് സ്വന്തം വളർത്തുപുത്രന്റെ ഭാര്യയെ, മരുമകന്റെ മോളല്ല, വളർത്തുപുത്രന്റെ ഭാര്യയെ കെട്ടി. ഓക്കെ, പറഞ്ഞോളൂ. അത് ചെറിയ നാക്ക് പിഴയാന്ന് അത് മനസ്സിലായി. പിന്നെ എന്നാ മറ്റേ എന്താ അല്ല, ഒരു ഒരു ലേറ്റസ്റ്റ് ചുമന്ന കാര്യം കൂടി എന്തോ ഉണ്ട് ബ്രദറെ. ഇന്നലെ നമ്മളിവിടെ ഹദീസ് പറഞ്ഞാണ്, അള്ളാന്റെ തിരുദൂതൻ തനിക്ക് മൂത്രിക്കാൻ സമയമായപ്പോൾ ഒരു തുകൽ പാത്രം കൊണ്ടുപോയി ടൗണിന്റെ നടുക്ക് ഞാൻ പറഞ്ഞ ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുവച്ചെന്നാ പറയുന്നത്. അവിടെ ഇരുന്ന് മുള്ളി ആ പാത്രത്തിൽ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് മുള്ളുന്നത്? അങ്ങനെ ഇരുന്ന് മുള്ളിയാണ് ആള്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുസ്ലിങ്ങൾ പറഞ്ഞതാണ് തിരുദൂതരെ പറ്റി. ഇതേപോലെയൊക്കെ എഴുതി വെച്ച് എന്തിനു ഇവർ ഈ പ്രവാചകൻ നിന്ന് നടത്തി? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. പിന്നെ ഉസ്താദുമാര് എന്നാ പന്തലും കെട്ടി മൈക്കിൽ വിളിച്ചു പറയാ, ഇജ്ജു അന്റെ കെട്ടിയോളും നടക്കുമ്പോ സല്ലല്ലാഹു അലൈഹിസ്സല്ലമ കണ്ട ഇജ്ജ് വീട്ടിക്ക് പൊക്കോ, ഓളവിടെ നിന്നോട്ടേന്ന്. എന്ത് കഷ്ടാന്നൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ആദ്യം ട്രോൾ ചെയ്തത് മുഹമ്മദീയരാണ് തിരുനബിയെ. എന്തുകൊണ്ട് നമ്മുടെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഇരുന്ന് മുള്ളുന്നു? പെണ്ണുങ്ങളെ പോലെ എന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിച്ചതല്ല, മുസ്ലിങ്ങൾ അന്നേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഖുറേഷികളൊക്കെ പറഞ്ഞ ആൾക്ക് വട്ടാണ്. അപ്പോൾ ഖുറാൻ ആയത്തിറങ്ങി, അള്ളാഹുവിന്റെ തിരുദൂതന് വട്ടില്ല, പ്രാന്തില്ല, ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആയത്തുകൾ. വീരു അനക്കും എല്ലാം അറിയോ ഇതിനെ പറ്റി? അറിയെങ്കിൽ കേറി വന്ന് പറ. മുനീർ ഉസ്താദ് താഴെ വന്നിട്ടുണ്ടല്ലോ. ആരാ വന്നേന്ന് പറഞ്ഞേ? മുനീർ ഉസ്താദേ, ബോണ്ട് അത് മുനീർ. മുനീർ ഉസ്താദിന്റെ ഡമ്മിയാണ് വന്നിരിക്കുന്നത്. ആ ബോണ്ട് മുനീർ. ബോണ്ട് ഉസ്താദാണ് വന്നിരിക്കുന്നത്. ഓ ബോണ്ടിന് വീരു ഒന്ന് കൊട്ടേഷൻ കേറി വരൂ. കൊടുത്തിട്ടുണ്ട് മിനൂർ. വീരു കേറി വരാമോ? നമുക്ക് ചർച്ച ചെയ്യാം. ഈ അള്ളാഹുവിന്റെ തിരുദൂതരെ എങ്ങനെയാണ് നഗ്നതായിട്ട് കണ്ടത്? അതിന് ശേഷവും കണ്ടിട്ടില്ല, അതിന് മുൻപും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഈ ഹദീസിൽ. ബ്രദറെ ഞാൻ പക്ഷെ ഡ്യൂട്ടി ഇതുപോലെ തന്നെ ഒരു ഇടയ്ക്ക് ഞാൻ ഹദീസിലുണ്ട്, കാബ. കേറിക്കൊള്ളാട്ടോ. ഓക്കെ. ഏതാ? ഞാനേ ഡ്യൂട്ടിയാണ്, ആ ആ ഇടയ്ക്ക് ആ സംസാരിച്ചോളാം. ഓക്കെ, താങ്ക് ഈ കാബ പണിയുന്ന സമയത്തും അള്ളാഹുവിന്റെ തിരുദൂതർ ഈ അരയിൽ കെട്ടിയിരുന്ന ഇസാർ എടുത്ത് തോളിൽ വെക്കുകയും പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് തലയുറ്റി വീഴുകയും ചെയ്തു. അപ്പോഴും പറയുന്നുണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരെ ഇതിനു മുൻപോ ഇതിനു ശേഷമോ നഗ്നതയായി കണ്ടിട്ടില്ല. വീരു ഒന്ന് വന്ന് പറയാമോ പ്ലീസ്? അബ്ദുൾ വന്നിരിക്കുന്നത് ഞങ്ങൾ നിസുവുമായിട്ട് ചർച്ച ചെയ്യുന്നത് നോക്കാനാണ്. അബ്ദുൾ എഴുതിയിട്ടിരുന്നു, നിസുവിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ധൈര്യമുള്ളവർ ആരുണ്ട് ഇവിടെ? ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല സുഹൃത്തെ. അബ്ദുൾ കയറി വരൂ. അബ്ദുൾ കയറി വന്നേ, നമുക്കൊന്ന് സംസാരിക്കാം. പക്ഷെ ഇതിനകത്ത് കണ്ടീഷൻ ഉണ്ട്. നിങ്ങളോട് മുഹമ്മദ് ഖുറാനിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞവർ ആരോ അവരാണ് സത്യവിശ്വാസികളോട് ഏറ്റവും സ്നേഹമുള്ളവർ. കാരണം അവരിൽ മതപണ്ഡിതന്മാരും സന്യാസിമാരും പുണ്യവാളന്മാരും ഉണ്ട് എന്നുള്ളതും അവർ അഹംഭാവം നടിക്കുന്നില്ല എന്നുള്ളതുമാണ്. ഇത് ഖുറാനിൽ എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലല്ലാതെ വേദക്കാരോട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടും നിങ്ങൾ നല്ല രീതിയിലല്ലാതെ സംവാദത്തിന് പോകരുത്.
വീരു കയറി വരൂ, കാരണം ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ലല്ലോ, ആരുമില്ലല്ലോ, മുഹമ്മദീർ ആരുമില്ല. ചർച്ച നടക്കാൻ എന്താണ് മതനിന്ദ, എന്താണ് അള്ളാഹു നിന്ന, എന്താണ് പ്രവാചക നിന്ന? ഉലമാക്കൾ വരുമോ? അച്ചൻകുഞ്ഞാണെങ്കിൽ, അച്ചൻകുഞ്ഞ് ബ്രദർ ആണെങ്കിൽ ഉലമാക്കളെ തേടി തേടി അലഞ്ഞു നടക്കുകയാണ്. ഒരു ഉലമകളും വരുന്നില്ല. നിസുവിനെ പേടിച്ചിട്ടായിരിക്കും. താഴെ ഒരു അത് ബ്രദർ കറക്റ്റ് ആണ്, ഇട്ടിട്ടുണ്ട്. നിസുവിനെ ശരിയാ. പേടിച്ചിട്ടായിരിക്കുള്ളൂ. ഉം. എന്നാൽ ഇത്രത്തോളം ഉലമാക്കളും ഉസ്താദുമാരുണ്ടായിട്ടും മുഹമ്മദിന് വേണ്ടി വാദിക്കാൻ ഒരുത്തം പോലും വരുന്നില്ലല്ലോ. ഞാൻ ഇവരോട് വേറൊരു കാര്യം ചോദിച്ചു. ഇവര് കേസ് കൊടുക്കുന്നു പറഞ്ഞല്ലോ, അതിൽ ഉത്തമ മാതൃക മുഹമ്മദിലില്ലായിരുന്നല്ലോ. മുഹമ്മദിന്റെ സുന്ന എന്തായിരുന്നു? കഴുത്ത് വെട്ടുക, കാല് വെട്ടുക, വിരലുകൾ അറുത്ത് മാറ്റുക, ക്രൂശിക്കുക, നാട് കടത്തുക, ഇതൊക്കെയല്ലേ. ഈ കേസ് കൊടുക്കുന്നത് ഏത് സുന്നത്ത് വെച്ചിട്ടാണോ അവര്? കേസ് കൊടുക്കുന്നതിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് ഒരിടത്തും പോയി കേസ് കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. അതിന്റെ ഒരു തെളിവാണെങ്കിൽ ഇവിടെ കൊണ്ടുവിട്ടാലും മതി. വീരുവിനോട് ഞാൻ ചോദിച്ചു, മുഹമ്മദിന്റെ, അള്ളാഹുവിന്റെ തിരുദൂതൻ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവ് എഴുതിയിടാമോ? അതൊരു ന്യായമായ ചോദ്യമല്ലേ ബ്രദറെ? ശരിക്കും ഇവർ ചെയ്യേണ്ടത് സുന്നത്ത് പ്രകാരം കഴുത്ത് വെട്ടുക, കാല് വെട്ടുക, വിരലുകൾ അറുത്ത് മാറ്റുക, ക്രൂശിൽ തറയ്ക്കുക, നാട് കടത്തുക, കൊല്ലുക, വണ്ടി കയറ്റി കൊല്ലുക, കുത്തിക്കൊല്ലുക, പല്ലടിച്ച് കളയുക, ഇതൊക്കെയാണ്. പക്ഷെ കേസ് കൊടുക്കുന്നത് ഏത് സുന്നത്ത് വെച്ചാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇന്ത്യയിലല്ലേ അപ്പൊ കേസ് കൊടുക്കേണ്ടത്? ആ കാര്യത്തിൽ തിരുനബിയുടെ മാതൃകയുണ്ടോ എന്ന് എന്റെ ചോദ്യം. തിരുദൂതരുടെ മാതൃകയുണ്ടോ? ഒന്ന് എഴുതിയിടാമോ വീരു? അള്ളാഹു താല തിരുനബിക്ക് അങ്ങനെ മാതൃക പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും വന്നാൽ കേസ് കൊടുക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? പറഞ്ഞു തരൂ വീരു. വീരും ഒരു കമന്റ് പോലും ഇടുന്നില്ലല്ലോ. അത് നിസു വന്ന് പേടിപ്പിച്ച് പോയതിനു ശേഷം വീരു ഒന്നും എഴുതിയിടുന്നില്ല. നിന്നെ ഞാൻ നോക്കിക്കോളാം വീരു. പിന്നെ എന്തിനാ വീരു ഇങ്ങനെ നീ പേടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇത് കേട്ടോണ്ട്? ഡിസ്കവർ ബ്രദറെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ഹാൻഡ് റൈസ് കയറി വരൂ. നിസു വന്ന് പറഞ്ഞു വീരുവിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞോടുകൂടി വീരു പിന്നെ ഒരു അക്ഷരം എഴുതിയിടുന്നില്ല. വീരു ഇങ്ങനെ പേടിക്കാതെ, പ്ലൈവുഡ് ബിസിനസ്സോ ലോട്ടറി കച്ചവടം എന്തോ ആണെങ്കിലും അതെല്ലാം ശരിയായിക്കോളും. താങ്കൾ ഇങ്ങനെ പേടിക്കാതെ വീരു. കാരണം നിങ്ങളോട് പറഞ്ഞിരിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ വാക്ക് കൊണ്ടും ശരീരം കൊണ്ടും ധനം കൊണ്ടും യുദ്ധം ചെയ്യുക. സ്വർഗത്തിന് പകരമായി അള്ളാഹു നിങ്ങളുടെ ശരീരത്തെ വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക. അതുവഴി നിങ്ങൾ സ്വർഗാവകാശികളാകുന്നു. ഇത് ഖുറാൻ ആയത്താണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് പേടിക്കാതിരിക്കൂ. ആരും വരുന്നില്ല. എന്നാലും ഇത് വല്ലാത്ത ചതിയായി പോയി. ഞായറാഴ്ച വരെ ഇടാൻ തുടങ്ങിയോ? ഇല്ല ഇല്ല, അതൊരു ആകെ സ്പെഷ്യൽ. ഒരു ദിവസം നമുക്കൊരു റൂം ഇടേണ്ട വന്നത്. മോനുമോ വന്ന്, ഗിബോർ ബ്രദറെ പ്രൈസ് ലോഡ്, മോനുമോ വന്നിട്ട് രാവിലെ പ്രൈസ് റൂമില് ലോർഡ്. നമ്മളെ, പ്രത്യേകിച്ച് എന്നെ പറഞ്ഞു, സത്യക്ക് ഭ്രാന്ത് പിടിച്ചു, സത്യയുടെ അപ്പന് ഭ്രാന്താണ്, അമ്മയ്ക്ക് ഭ്രാന്താണ്, വൈഫിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്നൊക്കെ രീതിയിൽ അവന്റെ ഭാഷയെ കുറെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കെ അതെല്ലാം ഞാൻ മുഹമ്മദിന് സമർപ്പിക്കുന്നു. പക്ഷെ ഇത് വിളിച്ചത് വഴിയായിട്ട് മുഹമ്മദിന്റെ മാരണമോ മുഹമ്മദിന്റെ പിശാച് ബാധയോ മാറില്ല. ഇപ്പൊ കാണുന്നു നമ്മൾ ഈ ഹദീസ് പ്രകാരം മുഹമ്മദ് നഗ്നനായി നഗ്നനായി വീട്ടിൽ വന്ന അതിഥിയെ ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആയിഷ പറയുന്നു, തിരുമേനിയെ ഞാൻ ഇതിനു മുൻപോ ഇതിനു ശേഷമോ നഗ്നനായി കണ്ടിട്ടില്ല. ഇതൊക്കെ വിളിച്ചു പറയേണ്ടതായിട്ട് വന്നു, നമുക്ക് വായിക്കേണ്ടതായിട്ട് വന്നു. അല്ല, അതിപ്പോ ഇവര് അതല്ല ഞാൻ ഈ ഹസ്ബൻഡും വൈഫും അല്ലേ? ആലോചിക്കുന്നത്, ഇവർക്കൊന്നും ഇത്ര പോലും നാണക്കേടില്ല ഇതൊക്കെ വായിച്ചു എഴുതിയിട്ട് ഇതിനെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ, ഇവരുടെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ ഇവർക്ക് യാതൊരു വിധമായ, ഇവർക്കിത് ഇല്ല. ഒന്നാമത് സാത്താന്റെ കാര്യം, സാത്താനും ബുദ്ധിമാനും ശക്തിശാലിയല്ലേ.
ഈ സാത്താന്റെ കൺട്രോളിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിയെ വികസിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ചിന്തിക്കാൻ മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒരു എന്താ പറയുന്നത്, ഒരു സോഷ്യൽ ഹ്യൂമാൻ ബീയിങ് ആയിട്ട് ഇത് ചെയ്യാൻ അവരുടെ ആത്മാവിനെ അനുവദിക്കത്തില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ആക്ച്വലി. ഈ വീരുവിനെ ഞാൻ പോലെ ആ മരം ഹദീസ് ഒന്ന് വായിക്കാം ഗിബോർ ബ്രദറെ. അല്ല, അതിൽ ഒറ്റ ഞാൻ സെക്കൻഡ്. മനസ്സിലാക്കുന്നത് തെറ്റാണോ എന്നൊന്ന് പറഞ്ഞു തരണമേ. അതല്ലെങ്കിൽ ഇതിന്റെ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ എനിക്ക് ആയിഷ പറയുന്നതായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ആയിഷയല്ല വന്നയാൾ പറഞ്ഞതാണെങ്കിലും നഗ്നതയുണ്ടെന്ന് തെളിവാണ് അതിനകത്ത്. അതല്ല എൻ്റെ സംശയം. എൻ്റെ സംശയം ഞാൻ വായിക്കാം, അത് കഴിഞ്ഞ് ഡോണ്ട് ബി പ്രിജുഡിസ്ഡ്. ഇത് ഈ അധ്യായത്തെ പറ്റി പറയുന്നത് വാട്ട് ഹാസ് ബീൻ റിലേറ്റഡ് അബൌട്ട് ഹഗ്ഗിങ് ആൻഡ് കിസ്സിങ്, ആലിംഗനത്തെ പറ്റിയും ചുംബനത്തെ പറ്റിയുമുള്ള പഠനം നടക്കുന്ന സംഗതിയാണ് ഇവിടെ. നെറേറ്റഡ് ആയിഷ പറയുന്നു, സെയ്ദ് ബിൻ ഹരിത അറൈവ്ഡ് ഇൻ അൽ മദീന വൈൽ ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് വാസ് ഇൻ ഹിസ് ഹൗസ്. അള്ളാഹുവിന്റെ തിരുദൂതർ വീട്ടിലായിരുന്നപ്പോൾ അൽ മദീനയിലേക്ക് സയ്യിദ് ബിൻ ഹരിത വന്നു. അവൻ ഹി വെന്റ് ആൻഡ് നോക്ക്ഡ് അറ്റ് ദ ഡോർ, സോ ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ് സ്റ്റുഡ് നേക്കഡ്. അപ്പോൾ അവൻ വാതിൽക്ക് ചെന്ന് മുട്ടിയപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതൻ അവിടെ നഗ്നനായി നിന്നു. ഡ്രാഗിങ് ഹിസ് ഗാർമെന്റ്, അവന്റെ ആ വസ്ത്രം വലിച്ചുകൊണ്ട് നിന്നു. ആൻഡ് ബൈ അള്ളാ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആൻഡ് ബൈ അള്ളാ ഐ ഡിഡ് നോട്ട് സീ ഹിം നേക്കഡ് ബിഫോർ നോർ ആഫ്റ്റർവേർഡ്സ്. ഞാൻ ഇവനെ ഇതിന് മുൻപോ ഇതിന് ശേഷമോ നഗ്നനായി കണ്ടിട്ടില്ല. പിന്നെ ഒരു ഡാഷാണ്. ആൻഡ് ഹി ഹഗ്ഡ് ഹിം ആൻഡ് കിസ്ഡ് ഹിം, അവൻ അവനെ ഉമ്മ വെക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ട് ഐ നെവർ ഹാവ് സീൻ ഹിം നേക്കഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർവേർഡ്സ് എന്ന് പറഞ്ഞത് ആയിഷയാണോ വന്ന ആളാണോ എന്നാണ് എന്റെ ചോദ്യം. ഗിബർ ബ്രദറിന് അല്ല, മനസ്സിലായോ അത് ചോദ്യം? അത് ആയിഷ ഇതല്ല, സത്യബ്രദർ ആയിഷ ആണെങ്കിൽ സ്ഥിരം കാണുന്നതായിരിക്കുമല്ലോ, അത് അല്ല വിട്. അല്ല ആയിഷയാണ് എന്നാണ് അവിടെ ഇംഗ്ലീഷ് ഗ്രാമർ പ്രകാരം എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേഴ്സൺ വെച്ചിരിക്കുന്നത് അവിടെയാണ്. പക്ഷെ അതേ ഇൻവേർട്ടഡ് കോമയിൽ തന്നെ പറയുന്നു ഹി കിസ്ഡ് ഹിം ആൻഡ് ഹഗ്ഡ് ഹിം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അത് അങ്ങോട്ട് ചേരുന്നില്ല. ബ്രദർ ഒന്ന് എടുത്ത് വായിച്ചേ. ആന്ന് ശരിയാണ്. ഞാനല്ല, സത്യബ്രദറുടെ അടുത്ത് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞ, ഇത് അവൻ കണ്ടിട്ടില്ല. അല്ലല്ല ഈ വന്ന് ഈ അല്ലല്ല എനിക്ക് തോന്നുന്നു ഈ ഉമ്മ വെച്ചവനാന്ന് ഇനി അത് ചെയ്യുന്നത്. ആരാ ഹൂസ് ഗിബോബറിന് നറേറ്റിംഗ് ദിസ്? ഗിബോബറെ ആ, ഗിബോബറിനെ തിരുത്താനുണ്ട്. ആയിഷ പറഞ്ഞു. കണ്ടിട്ടില്ല. എന്താ അറിയോ, ഞാനൊരു ഉസ്താദിന്റെ പ്രസംഗം കേൾപ്പിക്കാം. ഉസ്താദ് പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും സെക്സ് ചെയ്യുമ്പോഴായാലും പൂർണ്ണ നഗ്നരാകരുതെന്നാണ് ഇവരുടെ പ്രമാണത്തിലെ. അപ്പൊ ആയിഷ കണ്ടിട്ടില്ല. ആയിഷ ആദ്യമായിട്ടായിരിക്കും അന്ന് കാണുന്നത്. ഞാൻ അതിന്റെ കേൾപ്പിക്കാം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കേൾപ്പിക്കാം. അതല്ല, ഞാൻ ആലോചിക്കുവായിരുന്നു, ഇത് ഇവൻ ഐ ഹാവ് എ സ്ട്രോങ്, ഈ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ, ഈ കഥയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഒരു പുരുഷനാണെന്ന് എനിക്ക് സംശയമാണ്, ടു ബി വെരി ഫ്രാങ്ക്ലി ടോക്കിംഗ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയധികം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുഞ്ഞ്, എനിക്ക് ഫാത്തിമയുടെ കാര്യത്തിൽ ഡൗട്ടാ. കാരണം എന്ന് പറഞ്ഞാൽ ഖദീജ ആണെങ്കിൽ 2 ഭർത്താക്കന്മാർ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, 2 ഭർത്താക്കന്മാർ. അപ്പം ലൈക്ലി ടു ബി ഫ്രം ആ ഒരു ഇതായിരിക്കണം. പിന്നെ ഇത് ഇനി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫാത്തിമയോട് ബിഹേവ് ചെയ്യുന്നതും ഒരു സ്വന്തം മോളോടുള്ള രീതിയിലുള്ള ബിഹേവിയർ അല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ആപ്പിളിന്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഇത് ചെയ്യുന്നത്, പിന്നെ മാറിടത്തിൽ കിടക്കുന്നത്, അത് സ്വന്തം മോളായിരിക്കാൻ ചാൻസ് ഇല്ല. അത് മുഹമ്മദിനല്ലേ അറിയത്തുള്ളൂ അതിന്റെ യാഥാർത്ഥ്യമായ ബയോളജിക്കൽ ഫാദർ ഹൂ ഈസ് ഹി. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് 44ഓളം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 44 വേലക്കാരിയുടെ പേരിൽ ഒരു കുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആര്? മാരിയ ദ കോപ്റ്റിക്. അവിടെ ആ വേലക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഫ്സയ്ക്ക് ഭാര്യ എന്നെങ്കിൽ പ്രശ്നം എന്തോ? ഹഫ്സ ഒന്ന് വേളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഹഫ്സയ്ക്ക് സംശയം ഉണ്ടായിട്ട് ഉമറിനെ അവിടെ തിരിച്ചു വരേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇവര് എഴുത്തുകാർ ഇപ്പം പിന്നെ അത് ഭാര്യയാക്കി. അതേപോലെ ജോണന്റെ പുത്രി എടാ തിരുതണ്ടി എന്ന് പറയുന്നവനെ അവളെയും ഭാര്യയാക്കി. അങ്ങനെ അപ്പൊ ഈ മുഹമ്മദിന്റെ വീട്ടിൽ സ്ഥിരം ഈ തെറിവിളിയും ബഹളമായിരുന്നു. അപ്പൊ ഇതിലൊന്നും ഒരു ലോജിക് ഇല്ല. ഒരു 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 മനുഷ്യന് മനസ്സിലാക്കുന്ന ഓരോ സാമാന്യ ബുദ്ധിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ മുഹമ്മദിന്റെ വീട്ടിൽ മുഹമ്മദിനോട് എടാ തണ്ടി ഇങ്ങോട്ടോടാ, നീ എവിടെ ആയിരുന്നു ഇത്ര നേരം, പകൽ മുഴുവൻ തണ്ടി നടക്കുമായിരുന്നു എന്ന് ചോദിക്കൂ? അപ്പൊ ദീസ് ഓൾ സ്റ്റുപ്പിഡിറ്റി. ഇത് ഇതൊക്കെ എനിക്ക് സത്യം പറയാൻ 100 വട്ടം ഞാൻ പറയാം, ഇത് ഏതാണ്ട് ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് ഇവന്മാർ യാതൊരു ലക്കും ലഗാനവും ഇല്ലാതെ എഴുതിയ സാധനമാണ് ഈ കിതാബുകളെല്ലാം, എവറിത്തിങ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവോൾവ് ആയതും ഇത് ഏറ്റവും കൂടുതൽ എവല്യൂഷനിലൂടെ കടന്നുപോയ ലോകത്തിലെ ഏക പുസ്തകം.
ഞാനിപ്പോ ഡെസ്പറേറ്റ് ആയിട്ട് ഇപ്പൊ അന്വേഷിച്ചു നടക്കുന്ന ഇവരുടെ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ഖുറാൻ വേണം. അതിന് നിങ്ങള് ആരെങ്കിലും സഹോദരന്മാരെ സഹായിക്കണം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഖുറാൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ബിസിനസ് നമുക്ക് 100% പൂട്ടിക്കാന്നുള്ള. 100% ആ പുസ്തകം കൊണ്ട് നടന്നാൽ മാത്രം മതി. ആ 100 വർഷം പഴക്കമുള്ള ഖുറാൻ 6666 ആയത്തും ഇന്നത്തെ ഖുറാൻ 6236 ആയത്തുള്ള ആ പുസ്തകം മാത്രം കാണിച്ചാൽ മതി. ഇവന്മാരുടെ ബിസിനസ് പൂട്ടിയിരിക്കുന്നുള്ളായിരുന്നു യാതൊരു സംശയവും വേണ്ട. അൽ അസർ യൂണിവേഴ്സിറ്റി കാണും വേണമെങ്കിൽ. അവർ നൈൽ നദിയിൽ ഒഴുക്കി അല്ല അത് കളഞ്ഞിട്ടിട്ട് നമുക്ക് അവിടെ ചെന്ന് കയറാകത്തില്ലല്ലോ തീവ്രവാദികളുടെ ഇതിനകത്ത്. ഈ നമ്മുടെ വിക്ടർ ഹാരി ബ്രദർ ഇട്ടിരിക്കുന്നു, ഈ നെയ്ക്കഡ് എന്ന വാക്കിന് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. ചേട്ടാ, ഇവര് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല ഓരോ വാക്കുകൾ വേറെ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാം പെടാപ്പാട് പെടുന്നു, പങ്കപ്പാട് പെടുന്നു അള്ളാഹുവിന്റെ തിരുദൂതരെ രക്ഷിക്കാൻ വേണ്ടി. നെയ്ക്കഡ് എന്ന് എഴുതിയ ആൾ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷെ ഇവർ പറയുന്നു അങ്ങനെ മനസ്സിലാക്കരുത്, അള്ളാഹുവിന്റെ തിരുദൂതന് നെയ്ക്കഡ് അല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാലും ഇത്ര പേടിയാണോ വീരൻ ഇൻസിഡൻസിനെ? വായിൽ നാക്കുണ്ടോന്ന് ഒന്നും തോന്നുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഒരു ഭടനും കൂടെ യുദ്ധഭൂമിയിൽ നിന്ന് വിടവാങ്ങുകയാണ് ബ്രദറെ. നിസു ഉറങ്ങിക്കഴിയുമ്പോ വരുമായിരിക്കും. ഇതെന്താ എല്ലാരും സൈലന്റ് ആയതാണ്? അതോ ഞാൻ പറയുന്നത് കേൾക്കോ? സത്യാബ്രദർ പോയി. ആ കേൾക്കാൻ ബ്രദറെ. അല്ല സത്യപരം വല്ല വല്ല ഇത് ഇന്ന് സൺഡേ ഒക്കെ അല്ലേ. അല്ല ഞാൻ പറയുന്നത് ഇതൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഏത് ഏത് സ്റ്റോറി എടുത്തോട്ട് നമ്മള് ബാലമംഗളോ മംഗളോ ഏത് വാരിക പണ്ട് വായിക്കാത്തവരാരും കാണത്തില്ല തീർച്ചയായിട്ടും.
മനോരമ പഴയ വീക്ക്ലി സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് സീരിയൽ തന്നെ കണ്ടു നോക്ക്. ഈ സീരിയൽ കണ്ടാൽ തന്നെ ഒരു സാധനത്തിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ എപ്പിസോഡിൽ ഇതാണ്, അടുത്ത എപ്പിസോഡിൽ നീ വേണ്ട ചുമ്മാ വെറുതെ ഒരു വിവരമില്ലാത്ത ഒരുത്തൻ മനു എന്ന് പറഞ്ഞു, നീ ആ കാർത്തിക് ശിവകുമാറിനെ പോയി കണ്ടുപിടി. നീ ആ കാർത്തിക് ശിവകുമാറിനെ പോയി കണ്ടുപിടി. നീ അവന്റെ കൂടെ ഇരുന്ന് ഭയങ്കര കൂട്ടുകൃഷി ചെയ്തതല്ലേ, അവനെ പോയി നീ പിടിക്കും. അവൻ സ്വിറ്റ്സർലാൻഡിൽ ഇവിടെ തോന്നുന്നു ബാർസലോണയിലാണെന്നോ സൂറിക്കിലുണ്ട്. നീ അവനെ പോയി കണ്ടുപിടി. വേറെ വിവരം കേട്ടോ, ഒരു ഒരു ഞാൻ 5 പൈസയ്ക്ക് ഉള്ളത് ഈ നിന്നെ ക്ലബ് ഇവിടെ ഹൗസിൽ കണ്ടുപോയക്കില്ല. അവനെ എടുത്ത് കള തോട്ടില്. ഏറ്റവും കൂടുതൽ ആട്ടും തുപ്പും മേടിക്കുന്ന ഒരുത്തനാണ്. ഒരു വിവരമില്ലാത്തന്നെ കോയക്ക് പിന്നെ വിവരം കാണത്തില്ല. പിന്നെ വിവരമുള്ളവൻ എന്ത് ചെയ്യുന്ന സൈലന്റ് ആയിട്ട്. അവിടെ ഇരുന്ന് കേക്കട്ടെ ബ്രദറെ. വിവരമുള്ളവർ എന്ത് ചെയ്യുന്ന അവൾ വളരെ സൈലന്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഈ സാധനം മുഴുവൻ വിവരം കെട്ടാന്ന്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു വിവരമുള്ള ഒരു പുസ്തകമായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളെ ഇവര് ജീവനോടെ വെച്ചേക്കത്തില്ല. ജീവനോടെ. അതേപോലെ തന്നെ ഓരോ മുസൽമാനും സംസാരിക്കുന്നത് അവന്റെ മനസ്സിലുള്ള സാധനം രണ്ടും രണ്ടാണ്. ഈ കേൾക്കുന്ന ഏത് ആൾക്കാരുണ്ടോ അവരെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ദേ ഗോട്ട് 2 പേഴ്സണാലിറ്റി. ഇവർ അനിയനുമാണ് അമ്പിയാണ്, രണ്ടുമാ. അത് ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ 2 ക്യാരക്ടറിനെ അവർക്ക് മാനേജ് ചെയ്യുന്ന പരിപാടിയാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ സമയവും സാഹചര്യവും സൗകര്യവും. ഞാൻ പലപ്പോഴും ക്ലബ് ഹൗസ് ഞാൻ പറയാറില്ലേ, ഈ വെസ്റ്റിലുള്ള ആൾക്കാര് അവർക്ക് എന്ന് തലതിരിഞ്ഞോ ഒരു മുസ്ലിമും ഒരു തീവ്രവാദിയും ഒരുത്തനും രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. എത്ര വലിയ വില്ലാളി വീരനാണെങ്കിൽ ഇവന്മാർ ഒരിക്കലും നേരിട്ട് ഒരു യുദ്ധം ചെയ്തിട്ടേ ഇല്ല. ഇവന്മാർ ചെയ്യുന്നത് മുഴുവൻ ഒളിപ്പോരാളികളാണ്. ഇപ്പൊ ഈ തീവ്രവാദികളാണെങ്കിൽ ഏവനെ വേണമെങ്കിലും നോക്കൂ. ഈ ഹമാസ് ഈ പ്രാവശ്യം കയറി അടിച്ചത് അതിനുള്ള തന്റെ ഇടന്ന് പറഞ്ഞ ഒരു സാധനം ഇവന്മാർക്ക് ഇല്ല. ലോകത്തിലെ ഏറ്റവും ഭയമുള്ള സാധനം. ഞാൻ പറഞ്ഞില്ല, ഈ UK ഒക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി കഴിയുമ്പം ഇവർക്കുണ്ടല്ലോ ആ ഒരു ഇലക്ട്രിഫൈങ് ഒരു ഷോക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇറ്റ് വിൽ വെരി ഡെഡ്ലി. ഇന്നലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് നടന്നുള്ള ഈ ടോമി റോബിൻസിന്റെ അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർ അവര് പറയുന്ന മുദ്രാവാക്യം കേട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മള് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയുന്നത് മുഹമ്മദ് നബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുഹമ്മദായി, പിന്നെ മമ്മൂഞ്ഞായി, പിന്നെ പല പേരുകളായി ഇന്ന് വിളിക്കുന്നത്. ഇന്നലെ അവിടെ കൊച്ചു പിള്ളേര് 8-10 വയസ്സുള്ള പിള്ളേർ ചോദിക്കുന്നവരാ, ഹൂ ദ എഫ് ഈസ് ദിസ് അല്ല. എഫ് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് മുദ്രാവാക്യം ഉള്ളിരുന്നതാണ്, ഹൂ ദ എഫ് ഈസ് ദിസ് അല്ല. ഈ നിലയിൽ എത്തിച്ചത് ആരാ? എന്നിട്ട് അതിന്റെ ഫ്രണ്ടിലുള്ള ബോർഡ് എന്താ വെച്ചേക്കുന്ന, ദിസ് ഈസ് ലണ്ടൻ, ദിസ് ഈസ് നോട്ട് ലണ്ടനിസ്ഥാൻ. എന്ന് വെച്ചാൽ ഈ ലോകത്തിന് ഈ സ്വാതന്ത്ര്യങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ 40s-നും 50s-നും ഇടയ്ക്കാണ് ലോകത്തുള്ള രാജ്യങ്ങൾക്ക് പലതിനും സ്വാതന്ത്ര്യം ലഭിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും കഴിഞ്ഞ് യൂറോപ്പ് ഒരുവിധം ബാങ്ക്രപ്സി ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പം പല രാജ്യങ്ങളെ അവർക്ക് അവിടെ നിന്ന് ഭരിക്കാനൊക്കാതെ വന്നപ്പോൾ ബ്രിട്ടീഷുകാരും പലരും ഗുഡ് ബൈ പറഞ്ഞ് പോയ ഒരു പീരിയഡ് ആണ് ഈ 40s to 50s. ആ സമയങ്ങളിൽ അവർ സാമ്പത്തികമായിട്ട് ഇത് ചെയ്തെന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് അവർ ഇത് ആകുന്നതും. ആ സമയത്ത് ഉണ്ടായ രാജ്യങ്ങളുടെ പേരുകളിൽ സ്ഥാൻ വരുന്ന രാജ്യങ്ങൾ, തജിക്കിസ്ഥാൻ ആണെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും തുർക്ക്മേനിസ്ഥാൻ ആണെങ്കിലും ഈ സ്ഥാൻ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ലണ്ടനിസ്ഥാൻ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരുടെ വിചാരം എന്താണെന്നറിയോ, ഇത് ഇവന്മാരുടെ കഴിവ് കൊണ്ട് കൊടുത്തുന്ന. അങ്ങനെ അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവർക്കും ഒരു ഈക്വൽ റൈറ്റ്സ് കൊടുക്കുവാണ്. നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയില് ക്രിസ്ത്യാനി, മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും, അവിടെ നിങ്ങൾ നോക്ക്, അവിടെ ഹിന്ദുക്കളുണ്ട്, പിന്നെ ഈ അവിടുത്തെ ലേബർ പാർട്ടിയിലുണ്ട്. ഇന്ന് ഭരിക്കുന്ന അവിടുത്തെ രാജ്യത്തിന്റെ അവിടുത്തെ ഹിന്ദുവാണ് ഋഷി സുനാക്. ബ്രിട്ടീഷുകാർ വിചാരിക്കും ഇവനെന്ന് ഇരുത്തണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ലേ? ആരെങ്കിലും എന്തെങ്കിലും കയറി ചെയ്യുമോ?
ഒന്നുമില്ല. ലോകത്തിലെ ഒരു സൂപ്പർ പവറുകളിൽ ഒന്ന് തന്നെയാണ്. സൂപ്പർ പവറുകളിൽ ഒന്ന് തന്നെയാണ്. അതിനകത്ത് ഒരു അറബി രാജ്യവും ഇല്ല. ഈ സൂപ്പർ പവറിന്റെ ലിസ്റ്റിൽ ഒരു രാജ്യവും ഇല്ല. ഒരു രാജ്യവും ഇല്ല. ഈ 57 OIC നേഷൻസും ഇല്ല. അതുള്ളതെല്ലാം വെസ്റ്റേൺ നേഷൻസ് തന്നെയാണ്. പിന്നുള്ളത് നമ്മുടെ ഏഷ്യയിലുള്ള 2 രാജ്യങ്ങൾ, ജപ്പാന്, 3 രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, പിന്നെ ജപ്പാൻ. ഇസ്ലാമിക രാജ്യമൊന്നുമല്ല. ഇസ്ലാമിക രാജ്യം കുറെ പെട്രോൾ ഉണ്ടെന്നുള്ള, അതും പെട്രോളും കുടിച്ച് ജീവിച്ചാൽ മാത്രം മതി, വേറെ ഒരു സാധനമില്ല. അപ്പൊ അവർക്ക് അങ്ങനെ ഒന്നും ക്ലെയിം ചെയ്യാനുള്ള ഇതില്ല. പക്ഷെ വെസ്റ്റേൺ രാജ്യത്ത് ചെന്നപ്പോ അവർക്ക് എല്ലാവർക്കും കിട്ടുന്ന പോലെ ഓപ്പർച്യൂണിറ്റി നിനക്കും എന്നാ വെച്ചോ. ഇത് ഇവന്മാര് വിചാരിച്ച എന്താണെന്നറിയാം, ഇവന്മാരുടെ കഴിവ് കൊണ്ട് നേടിയെന്നാണ് ഇവരുടെ ചിന്ത. കഴിവ് കൊണ്ടല്ല. ഈ ഇലാൻ ഒമാർ ആണെങ്കിലും ഈ റാഷിദ താലിബ് എന്ന് പറഞ്ഞ ഈ പലസ്തീൻകാരി തീവ്രവാദിയാണെങ്കിലും അവളെയൊക്കെ ഇവളുമാര് അവളും തീവ്രവാദിയാ, ഈ ഇലാൻ ഒമാർ. അവിടെയൊക്കെ ഫോട്ടോസ് ഒക്കെ വരുന്ന ഈ അൽഖയ്ദയ്ക്ക് വേണ്ടിയൊക്കെ ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഒരു സമയത്ത് ടീക്ക് മോശമായിരിക്കാം, എന്തെങ്കിലും ഒരു കൊള്ളക്കാരൻ ചിലപ്പോൾ നല്ല മനുഷ്യനായിക്കോട്ടെ, ഇഷ്ടംപോലെ കേസുണ്ട്, അങ്ങനെ ആകാം, ഒരു സംശയവും. അപ്പൊ സോഷ്യലി നമ്മളെ അവര് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവര് വിചാരിച്ചതോ അമേരിക്ക എന്ത് സാധനം, അപ്പൊ നമ്മള് കയറി ഇങ്ങോട്ട് സോമാലിയിൽ നിന്ന് പട്ടിണി കിടന്ന് ഇതുമില്ല ഇല്ല, വയറ് ഈ അടിവയറ് മറ്റിടത്ത് എന്താ പറയുക, നട്ടലിൽ പോയി ഒട്ടിക്കൊണ്ടിരുന്ന സാധനമാ, ചാപ്പാടൊന്നും ഇല്ലാതെ വെയിലും അടിച്ച് ആകെ കരുവാളിച്ച് വീടും ഇല്ല ഇതുമില്ല, എവിടെങ്കിലും കിടന്നുറങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന സാധനം. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഖിലാഫത്ത് വേണം, നമുക്ക് ചരിയാലോ വേണം. ഞാൻ പറഞ്ഞ് ഒരു സമയത്ത് അവർ ഉണർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അധോഗതി അതിനുള്ള വഴിയിലേക്കൊക്കെ ഉള്ള തുടക്കം തുടങ്ങിക്കഴിഞ്ഞു. ജർമ്മനിയില്, പോളണ്ട് ഓൾറെഡി വളരെ സ്ട്രിക്റ്റ് ആക്ഷൻസ് ആണ്. പോളണ്ട് യൂറോപ്യൻ യൂണിയനെ പോലും വാൺ ചെയ്തെന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കണം. യൂറോപ്യൻ യൂണിയനിൽ 25 നേഷൻസ് ഉണ്ടായിരുന്നു. അതില് UK ബ്രെക്സിറ്റ് ആയിട്ട് അവർ കഴിഞ്ഞ വർഷം അവിടുന്ന് ഇത് ചെയ്ത് ബ്രെക്സിറ്റ് ചെയ്ത് 24 നേഷനിലുള്ളത് ഈ 10-23 രാജ്യങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ പോളണ്ടിനെ പോലെ ഉള്ള രാജ്യങ്ങൾക്കോ ഈ നെതർലാൻഡ്സിനെ പറ്റുന്നില്ല. ഉച്ചത്തിലാണ് വിളിച്ചു പറഞ്ഞത്, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ മൈഗ്രന്റ് നീ എത്ര വലിയ എക്സ്പെർട്ട് അതിൽ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, ഞങ്ങളുടെ ഇവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇല്ല, ഞങ്ങളുടെ ഇവിടെ തീവ്രവാദമില്ല, ഞങ്ങൾ വളരെ സമാധാനമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹായം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, യൂറോപ്യൻ യൂണിയനിൽ അൺഎംപ്ലോയ്മെന്റ് ഇല്ല, എല്ലാം സുഖമായിട്ട് പോകുന്നു. ഗിബോർ നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ബ്രോ, നോക്കണം. ഇവിടെ ഞാനൊരു പോസ്റ്റ് ആ കണ്ടായിരുന്നേ, നമ്മുടെ ഈ സുഡാപ്പി കുഞ്ഞുങ്ങള് ഈ ഹമാസിന്റെ പോലത്തെ ഡ്രസ്സുകൾ ഇട്ടിട്ട് ഈ പ്രശ്ന മറ്റേ പറയില്ലേ പ്രശ്ന വേഷം പോലെ ഈ സുഡാപ്പികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ പിള്ളേരെ ഈ ഹമാസിന്റെ പോരാളികളുടെ പോലെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോ ഇവിടെ ഞാൻ ഇതിന്റെ അടിയിലെ കമന്റ് വായിച്ചു കഴിഞ്ഞപ്പോ ഒരു വൈറ്റ്സ് ഭയങ്കരമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഇട്ടേക്കുണ്ടോ. സാധാരണ ഇവര് വളരെ നല്ല നിലപാടാണ് പിള്ളേരോടൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷെ ഈ ഒരു പുള്ളിയിട്ടാണ് കമന്റ് ആണ്, ദാറ്റ്സ് വൈ വി ഷുഡിൻ ഗീവ് അപ്പ് അവർ ഗൺ എന്ന്. മനസ്സിലായോ? നമ്മളൊരിക്കലും നമ്മുടെ അത് ഇത് ഇവന്മാരി വരുത്തി വെക്കണമെന്ന് ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയത് കണ്ടോ. ഇപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ കമന്റിന്റെ അടിയിൽ നോക്കി കഴിയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവരെ സെൻഡ് ബാക്ക് ടു ദെയർ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതാണ് ഇവർക്ക്. എനിക്ക് തോന്നുന്നു മടുത്തെന്നാണ്. പക്ഷെ ഇവിടെ കുറെ എന്താ പറയാ ഈ നമ്മുടെ ഈ കുറെ പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ നട്ടലില്ലാത്തവന്മാര്, അവന്മാരാണ് ഈ പിശാചിക്കളെ വലിച്ചു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത് നൂക്ലിയർ ബ്രദറെ, ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ ഇന്നലെ അല്ല, ഞാൻ 1-2 വർഷമായിട്ട് ഇത് ഈ അഡ്രസ് ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഇവരെന്തോ എടുക്കുന്നറിയാം, എവറിത്തിങ് ഈസ് ഗ്രാൻഡഡ് ഫോർ ദം. എന്നുവെച്ചാൽ ലോകത്തിൽ ഏറ്റവും പ്രിവിലേജും ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയ മുസ്ലിങ്ങളുടെ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ കാര്യങ്ങളും ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. അവർ എക്സെപ്ഷൻ ആണോ? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് കേരളത്തിൽ എന്തിനാണ് മദ്രസ പെൻഷൻ കൊടുക്കുന്നത്? എന്ത് കാര്യത്തിനാണ് മദ്രസയിൽ പെൻഷൻ കൊടുക്കുന്നത്? ഈ മതം പഠിപ്പിക്കാനായിട്ട് ഹിന്ദുക്കൾ മതം പഠിപ്പിക്കുന്നില്ലേ? കൊല്ലും അല്ലെ, വെറുതെ കൊല്ലും, വെറുതെ കൊണ്ട് പിച്ച മേടിക്കും. ഈ നാണം കെട്ടവന്മാര് നാണില്ലാതെ നമ്മളുടെയൊക്കെ പൈസ മേടിച്ച് ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞ വൃത്തികെട്ട വർഗം നമ്മളുടെ പൈസ മേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. നാണില്ലേ അവന്മാർക്ക്? ക്രിസ്ത്യാനികളെയും യഹൂദരെയും വഴിപിഴച്ചവരാണ്.
ബഹുദൈവ ആരാധികൾ നജിസാണെന്ന് പറയുന്നവന്മാര് ഇവരുടെ നികുതി പണം കൊണ്ട് പെൻഷൻ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആർക്കെങ്കിലും ഞാൻ ഈ വെച്ച ക്ലെയിമിന് എതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കയറി വരൂ. നിങ്ങൾ മേടിക്കുന്ന അല്ല, ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, കേരളത്തിൽ നമ്മള് ഇവിടുത്തെ കാര്യമുണ്ട്, നമ്മുടെ ടാക്സ് പേഴ്സിന്റെ മണി കൊടുക്കുന്നു. ഇന്ന് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ബ്രിട്ടനിലും ഒക്കെ അവര് ചെലവാക്കുന്ന എമൗണ്ട് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഇറ്റ് വിൽ ബി ഷോക്ഡ്. ഒരു ആനുവൽ എക്സ്പെൻഡിച്ചർ ഈ മൈഗ്രൻസിന് വേണ്ടി UK ചെലവാക്കുന്നത് ദർ മോർ ദാൻ $6 billion ആണ്. അവർ ഈ റുവാണ്ടൻ പാക്ട്, ഈ റുവാണ്ടൻ ഈ റീസെറ്റിൽമെന്റ് പ്ലാനിങ് ചെയ്തതിന്റെ കാരണം, പക്ഷെ അതിന്റെ എക്സ്പെൻഡിച്ചർ ഒന്നുകൂടെ കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ആനുവൽ ബജറ്റിനകത്ത് $6 billion പ്ലസ്, അത് $6 billion എക്സ്പെൻഡിച്ചർ. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ 5-star ഹോട്ടൽ, വേക്കന്റ് ആയിട്ടുള്ള പല വീടുകള്, വേക്കന്റ് ആയ പല പ്രോപ്പർട്ടീസ് ഇവർക്ക് താമസിക്കാനായിട്ട് കൊടുക്കുക. 5-star ഹോട്ടൽ ഇവർക്ക് പ്രോപ്പർട്ടി. ബോധമില്ല. അല്പം എനിക്കറിയില്ല, ഇവർക്ക് കോമൺ സെൻസ് ഇല്ലെന്ന്. ഇവര് കേറിയ രാജ്യങ്ങളെല്ലാം മുടിച്ച് നാണക്കല്ലാക്കി എന്നുള്ളതാണ്. ആ എന്നിട്ട് നശിപ്പിക്കാനായിട്ട് കൾച്ചർ നശിപ്പിക്കുക, അവിടുത്തെ എന്താ പറയാ സാംസ്കാരികത എല്ലാം നശിപ്പിച്ച് ഒരു വഴിക്കാക്കി ഈ വൃത്തികെട്ട മതം വന്നു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കണം ബ്രദറെ. ഇത്രയും, ഞാൻ UK മാത്രം ബജറ്റാണ് പറയുന്നത്. $6 billion ചെലവാക്കുക. അതിന്റെ പൈസ ആരുടെ പൈസയാ? പൈസ ആരുടെ? പൈസ നമ്മുടെ ഇവിടുത്തെ വൈറ്റ്. അത് നമുക്ക് ഹറാമല്ല. അവൻ പന്നിയിറച്ചി തിന്നകൊണ്ട് കൈ കൊണ്ട് തന്നെ അവൻ ടാക്സ് പണി കൊടുക്കുന്ന, അത് നമുക്ക് ഹറാമല്ല. ഇതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് കാരണം എന്തുവാ? ദ ലിബറൽസ്, മൾട്ടി കൾച്ചറലിസം. അവർ യൂറോപ്പ് പറയുന്ന ഇതിനകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിന എന്തോന്നറിയോ? ഏറ്റവും വലിയ വിന, ഇപ്പം ഈ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഈ നമ്മുടെ ഈ സിഖുകാര് നമ്മുടെ ഈ ഒസാമ ബിൻ ലാഡൻ തലയെ കെട്ടുന്ന പോലെ, ഈ ഇറാനിയൻസ് തലയെ കെട്ടുന്ന പോലെ കെട്ടുന്നതും, ഈ സർദാർമാർ ഇങ്ങനെ നമ്മൾ പകടി കെട്ടത്തില്ല, പകടി, ആ സർദാർമാരെ ഒത്തിരി പേരെ ഈ വൈറ്റ്സ് ഉപദ്രവിച്ചെന്നുള്ളതാ. അതിന്റെ കാരണം എന്തുവാ? രണ്ടുപേർക്ക് ഏകദേശം ഐഡന്റിറ്റി, ഇവരും താടിയൊക്കെ വെച്ചോണ്ട് വരുന്നു, അവരും താടിയും ഇതൊക്കെ വെച്ചോണ്ട് വരുന്നു. ഇതേപോലുള്ള സിറ്റുവേഷൻസ് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ദർ ആർ സോ മെനി ചാൻസ്. ഇതിനെയാണ് ഒരു 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 വല്ല ഒരു ഥട്ട്. പിന്നെ ഈ ഏഷ്യൻസ് എന്ന് പറഞ്ഞ കോംപ്ലക്ഷനും ഇതൊക്കെ ആയിട്ട് ദേ ഗോട്ട് ലോട്ട് ഓഫ് സിമിലാരിറ്റീസ്. ഇവൻ പാകിസ്ഥാനി ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ശ്രീലങ്കൻ ആണെങ്കിലും ബംഗ്ലാദേശി ആണെങ്കിലും നമ്മുടെ ഓൾ പീപ്പിൾ ഹാസ് ഗോട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇവൻ നമ്മുടെ ഇവിടെ തന്നെ വൈറ്റ്സിനെ പോലുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ട് അല്ല. സോ ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഇന്റർ ബ്രീഡിങ് ആൻഡ് ഇന്റർ മിക്സിങ്. അപ്പൊ അതേപോലുള്ള ആൾക്കാരുണ്ട്. നമ്മളെന്തോ ഇനി കഴുത്തേല് ഇല്ല, ഈ ഇസ്ലാമിന്റെ കാലത്ത് ജിസിയ കൊടുക്കുന്ന യഹൂദൻ ഈ ഇന്ന ബെൽറ്റ് കെട്ടണം, ക്രിസ്ത്യാനി ഇന്ന ബെൽറ്റ് കെട്ടണം എന്നുള്ള നിലയിൽ ഇമാരെ എത്തിക്കുമെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ഇമാരുടെ തന്നെ നീതിയും അഡോപ്റ്റ് ചെയ്തിട്ട് പറയാം, നീ മുസ്ലിം ആണോ, നീതി കെട്ടിക്കൊണ്ട് നടക്കണം. അങ്ങനെയുള്ള നിലയിലേക്ക് ഇമാര് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ലണ്ടനിലെ റാലി കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അത് ഒരു ദൈവത്തെ കലക്കിയട്ടോ, നമ്മൾ അത് കലക്കി. ആ പിള്ളേര് വരെ ഇറങ്ങി എന്നുള്ളതാണ്. ആ പിള്ളേര് അവിടുത്തെ വെറ്ററൻസ് ഇറങ്ങി, വെറ്ററൻസ് ഉറപ്പായിട്ടും. പ്രായമുള്ളവരും. എനിക്ക് ആക്ച്വലി UK is too late. പക്ഷേ ഇവര് ഇനിയെങ്കിലും റിക്കവർ ചെയ്യാൻ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പോയ ഈ അടിമകൾ അവിടെ കയറി നിരങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, നമ്മള് പലപ്പോഴും ഉണ്ടല്ലോ ഈ കാര്യങ്ങൾ പറയുമ്പം ഇതിനൊരു ഗ്രീൻ പാസ്ചർ ക്രിയേറ്റ് ചെയ്ത ആരാ? സോ യു ഹാവ് ടു ലുക്ക് ഇൻ ആ ആസ്പെക്ട്സ് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഗ്രീൻ പാസ്ചർ ഞാൻ പറയണത് പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഓർക്കണം, നമ്മളൊക്കെ സ്കൂൾ ടൈമിലൊക്കെ യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു എന്താ പറയാ, ഒരു അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നുള്ളതാണ് മനസ്സിൽ വരുന്നത്. ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ UK എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ബംഗ്ലാദേശിന്റെ ചിത്രമാണ് എന്റെ മനസ്സിലോട്ട് വരുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബംഗ്ലാദേശ്.
അതാണ് UK. ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. നാണമില്ലാത്തവന്മാര് സ്ട്രീറ്റുകളും ഇതും. അവിടെ സ്ട്രീറ്റിലുണ്ടല്ലോ ഇങ്ങനെ പലചരക്ക് കട വെക്കുക, ഇങ്ങനെ പെട്ടിക്കടകൾ കൊണ്ട് വെക്കുക, അവിടെ ഈ ഇറച്ചി വെട്ട്, എല്ലാം വൃത്തികെട്ട സ്വഭാവ. എന്നിട്ട് പറയാ, ഓ ഞങ്ങൾ ഭയങ്കര ഇതാ, ഞങ്ങൾ 5 നേരം സാമാനം കഴുകും, 5 നേരം അണ്ണാക്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷനാ. ബാക്കിയുള്ള എല്ലാം വൃത്തികേടാ, ബാക്കിയുള്ള എല്ലാം വൃത്തികേടാ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇതൊന്നും പറയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, ടു ബി വെരി ഫ്രാങ്ക്ലി ടോക്ക്. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഈ മലേഷ്യ എന്നുള്ള ഒരു തെണ്ടി ഉണ്ടല്ലോ, ആ ഫാറൂഖ് എന്ന് പറഞ്ഞ, അവൻ പറയും